പുൽക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാളീസ് വേൾഡ്. ഞാൻ ആദ്യം ഈ പാട്ട് പാടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന്. അതെ, ശരിയാണ്. ഇന്നത്തെ ടോപ്പിക്ക് തുമ്പികളെക്കുറിച്ചാണ്. തുമ്പികളെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വിചിത്രമാണ് തുമ്പികളുടെ ജീവിതം. തികഞ്ഞ മാംസബുക്കുകളാണ് തുമ്പികൾ. ഈ തുമ്പികളെ ചെടികളിലും പൂക്കളിലൊക്കെ വന്നിരിക്കുന്നത് തേൻ കുടിക്കാനേ അല്ല. കാരണം തുമ്പികൾക്ക് പൂമ്പാറ്റകളെ പോലെ തേൻ ഉണ്ണാനുള്ള ആവശ്യമായ തുമ്പിക്കൈകളില്ല. ഇവരുടെ ആഹാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളാണ്. ഈ ചെറിയ ചെറിയ പ്രാണികളെ പിന്തുടർന്ന് പിടിച്ച് ജീവനോടെ തിന്നും. ഒരു തുമ്പി മറ്റൊരു തുമ്പിയെ പിടിച്ച് തിന്നാറുണ്ടോ? സംശയിക്കേണ്ട, തിന്നാറുണ്ട്. വിശന്നാൽ സ്വന്തം ജാതിക്കാരനാണെന്നോട്ടം ഒന്നും തുമ്പികൾക്കില്ല. ഈ ഇരേനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ആഹാരം ചെറിയ ചെറിയ പ്രാണികളാണെന്ന്. ഒന്നെങ്കിൽ ഇവരുടെ ആഹാരം പ്രാണികളാണ്, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഈ ഇരേനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാലുകളിൽ ധാരാളം മുള്ളുകൾ കാണാം. കൂടാതെ ഈ ഇരേനെ കർമുറെ തിന്നാൻ വേണ്ടിയിട്ട് ഇവരുടെ ബദനാവയവങ്ങൾ അവരെ സഹായിക്കുന്നു. മിക്ക തുമ്പികളും ജലത്തിലും ജലസസ്യങ്ങളിലുമാണ് മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളും ജലത്തിൽ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഈ സമയത്തുള്ള ഇവരുടെ ആഹാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ജലത്തിലുള്ള സസ്യങ്ങളും ജലത്തിലുള്ള ജീവികളൊക്കെയാണ് അപ്പോഴത്തെ ഇവരുടെ ആഹാരം. കുറച്ചു നാൾ കഴിയുമ്പോൾ തുമ്പി കുഞ്ഞുങ്ങൾ ജലാശയത്തിൽ നിന്ന് പുറത്തു വന്ന് അവരുടെ ചർമ്മം പൊതിക്കുള്ളിലാക്കുന്നു. താമസിയാതെ പൊതി പൊട്ടിച്ച് തുമ്പി കുഞ്ഞുങ്ങൾ പറന്നു പോകും. ഇന്ത്യയിൽ ഇതുവരെ കണ്ടെത്തിയ 500ഓളം ജാതി തുമ്പികളിൽ 170-ലേറെ ഇനങ്ങൾ കേരളത്തിലാണുള്ളത്. പെരുവയരൻ തുമ്പികൾ, ഈർക്കള്ളിവയരൻ തുമ്പികൾ എന്നിങ്ങനെ 2 വിഭാഗം തുമ്പികളാണ് കേരളത്തിൽ പൊതുവായി കാണപ്പെടുന്നത്. തടിച്ച തുമ്പിയാണ് പെരുവയറൻ തുമ്പി എന്ന് വിളിക്കുന്നത്. മെലിഞ്ഞ തുമ്പിയോ ഈർക്കള്ളിവയരൻ തുമ്പി എന്നും വിളിക്കുന്നു. മഴക്കാലത്തിന് തൊട്ട് മുൻപും പിൻപുമാണ് തുമ്പികളെ ധാരാളമായി കാണപ്പെടുന്നത്. തടിച്ച തുമ്പികൾക്ക് കുതിച്ചു പറക്കാൻ സാധിക്കും. മെലിഞ്ഞ തുമ്പികൾക്കോ മെല്ലയെ പറക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ തുമ്പി കാർബണിക യുഗത്തിൽ ഭൂമിയെ ഉദയം ചെയ്തിട്ട് 32.5 കോടി വർഷം കഴിഞ്ഞു. ആദിമ തുമ്പികൾക്ക് മാടപ്രാവിനേക്കാൾ നീളം വലുപ്പവും 2.5 അടി നീളവുമുള്ള ചിറകുകളും ഉണ്ടായിരുന്നു. എന്നാൽ നാം ഭൂമിയിൽ ഉൾത്തിരിഞ്ഞു വന്നിട്ട് ആകെ 2 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. നമ്മളെക്കാൾ മുമ്പ് വന്ന തുമ്പികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നത് ശരിയാണ്? ഒരിക്കലുമല്ല. അതുകൊണ്ട് എല്ലാവരും തുമ്പികളെ സംരക്ഷിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.